ഹലോ. സാധാരണ രാവിലെ ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ എൻ്റെ കണ്ണം വെട്ടിച്ച് കുഞ്ഞിക്കാറോളം എടുത്ത് മുറ്റത്ത് പോയിരുന്ന് കളിക്കുന്ന എൻ്റെ പൊന്നും മോനിന്ന് രാവിലെ എണീറ്റ് വന്ന് അടുക്കളയിൽ ഇരിപ്പ് പിടിച്ച് എന്നിട്ട് എന്നെ നോക്കി കുനിഞ്ഞ് കുനിഞ്ഞ് നോക്കി ചിരിക്കും. അപ്പം ഞാൻ ചോദിച്ചു, നീ എന്തായാലും കാര്യം പറ, എന്താണ് സംഭവം? ഞാൻ കരുതി ഇനി എന്തെങ്കിലും അതായത് ഹാളിൽ എന്തെങ്കിലും കുസൃതി ഒപ്പിച്ചിട്ട് എന്തെങ്കിലും നശിപ്പിച്ചിട്ട് വന്നിരുന്ന് ചിരിക്കുന്നതാണെന്ന് വിചാരിച്ചു. അപ്പോഴാണ് എൻ്റെ കയ്യിൽ പറയാണ്, ഉമ്മച്ചി എന്നെ ഒന്ന് തൊട്ട് നോക്കിക്കേ, എനിക്ക് ചെറിയ പനിയില്ല. നമുക്ക് ചെറിയ പനിയല്ല, വലിയ പനിയുണ്ട്. എന്നെ ഒന്ന് തൊട്ടേ, എനിക്ക് നല്ല ചൂടില്ലേ? ഞാൻ പറഞ്ഞു, നല്ല ചൂടുണ്ട്, ഞാൻ പോയി കിടക്കട്ടാ. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്ത് കുളിച്ച് ബ്രഷൊക്കെ ചെയ്ത് അതൊക്കെ കഴിഞ്ഞിട്ട് പോയി കിടക്കാമെന്ന് പറഞ്ഞ് ബ്രഷ് ചെയ്ത് വന്നിട്ട് ഞാൻ പോയി കിടക്കുക. ഞാൻ പറഞ്ഞു, ഓ ശരി പോയി കിടന്നോ എന്ന് പറഞ്ഞ് പിന്നെ ബ്രഷ് ചെയ്യാനായിട്ട് പോയി. സ്കൂളിൽ പോകണമെന്ന് പോകില്ല എന്ന് പറയില്ല, പക്ഷേ ഈ കള്ള മടി കാണിക്കാറുണ്ട്. പിന്നെ കുളിച്ച് കയറി വന്ന ആൾ സെറ്റാണ്. അവനെ കുളിക്കാൻ പറഞ്ഞു വേണ്ടി ഞാൻ നേരെ കാപ്പി ഉണ്ടാക്കാൻ തുടങ്ങി. കാപ്പി ഇന്ന് അപ്പമാണ്, കറി ഉണ്ടാക്കിയില്ല, സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു, അത് ഇതാക്കിയെടുത്തു. പിന്നെ റംസാന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മീൻ പൊരിച്ചെടുത്തു. ഉച്ചത്തേക്ക് കണക്കാക്കി അരപ്പ് പുരട്ടി വെച്ചു, പക്ഷേ അവന് വേണ്ടിയിട്ട് 2 കഷ്ണം അപ്പോഴത്തേക്ക് പൊരിച്ചെടുത്തു. ബാക്കി പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നേരെ ലഞ്ച് സ്നാക്സൊക്കെ എടുത്തു വെച്ചു. ഇന്ന് മുതൽ വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട്, അപ്പം ലഞ്ചും കൂടി കൊണ്ടുപോകണം. അപ്പം ലഞ്ചിന് ഇന്ന് കൊടുത്തു വിട്ടത് ചോറും മീൻ കറിയും മീൻ പൊരിച്ചതും. എനിക്ക് ഈ തോരൻ അവിയലൊക്കെ കൊടുത്തു വിടണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. മറ്റുള്ള കുഞ്ഞുങ്ങളുടെ ലഞ്ച് ബോക്സൊക്കെ കാണുമ്പോഴത്തേക്ക് വീഡിയോസ് കാണുമ്പോൾ എൻ്റെ മോനും ഇങ്ങനെയൊക്കെ കൊടുത്തു വിടണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ അവൻ മുട്ടയും മീനും അല്ലാതെ വേറെ ഒന്നും കഴിക്കില്ല. എന്ത് ചെയ്യാനല്ലേ. പിന്നെ സ്നാക്സിന് കൊടുത്തു വിട്ടത് ചീസ് ബോളാണ്. അപ്പം ലഞ്ചൊക്കെ സെറ്റാക്കി വെച്ചിട്ട് നേരെ ഹാളിൽ വന്നു. എന്നും ഒരു ടെക്സ്റ്റ് മാത്രമല്ലേ കൊടുത്തു വിടുകയുള്ളായിരുന്നു, ഒരു ടെക്സ്റ്റും 2 നോട്ട്ബുക്കും. ഇന്ന് കൂടുതലുണ്ട്. വൈകുന്നേരം വരെയുള്ളതൊക്കെ എടുത്ത് പറക്കിയൊക്കെ വെച്ചു. ഇതിനിടയിൽ പൗച്ച് കാണാനില്ല. പൗച്ച് 2-3 ദിവസം കണ്ടേ കാണാനില്ല. ഞാൻ കരുതി എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ടുണ്ടാവുന്നു. ഇപ്പോൾ ഓർമ്മ വന്ന് ഓർമ്മിച്ചെടുത്തിട്ട് പറയുക സ്കൂളിൽ ഇരിക്കുന്ന വൈകുന്നേരം കൊണ്ടുവരാതെ. പിന്നെ അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുത്തു. എൻ്റെ റിതാൻ കൊണ്ട് ഭയങ്കര അസൂയാണ്. ഞാൻ അവനെ ഒരുക്കുന്നതും പൗഡർ ഇടുന്നതും സ്പ്രേ ഒക്കെ അടിച്ചു കൊടുക്കണം കാണുമ്പോഴത്തേക്കും അവനും അതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ വന്ന് എന്നെ ഇങ്ങനെ ചിരണ്ടിക്കൊണ്ടേ നിൽക്കും. അപ്പോൾ കുറച്ച് പൗഡറൊക്കെ എടുത്ത് അവനെ ഒന്ന് മുഖമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് സ്പ്രേ ഇങ്ങനെ അടിക്കുമ്പോൾ പോലെ കാണിച്ചൊക്കെ കൊടുക്കുമ്പോൾ അവനും ആളും ഓക്കെയാണ്. ഇക്കച്ചിയുടെ ബാഗ് തൂക്കാനും ID കാർഡ് എടുത്തിടാനൊക്കെ ആളിന് ഭയങ്കര ഉത്സാഹമാണ്. പിന്നെ റെഡിയായി ഞങ്ങൾ നേരെ ബസ് കയറാനായിട്ട് പോയി. പോയപ്പോഴൊരു മഞ്ഞാണോ മഴയാണ് എന്തോ ഒരു വല്ലാത്തൊരു അന്തരീക്ഷത്തിലിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ ബസ്സൊക്കെ കയറ്റി വിട്ടിട്ട് തിരിച്ച് വന്നു. നേരെ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പവും സാമ്പാറും ആയിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.